ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് നിഷേധത്തിൻ്റെ ആത്മാവ് എന്നതിനെക്കുറിച്ചാണ്. ജെറമിയ 11:8 ഓരോരുത്തനും തൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ കാഠിന്യവും പേറി നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ എല്ലാ മുള്ളുകളെയും മുൾപടർപ്പുകളെയും ദഹിപ്പിക്കുന്ന അഗ്നിയായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹമാണ് ഈ ഒരു മണിക്കൂറിൽ ദൈവമായ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള റോസിലി വർഗീസാണ് ഈ ഒരു അനുഭവം നമ്മളുമായി പങ്കുവെക്കുന്നത്. എൻ്റെ പേര് റോസിലി, വയസ്സ് 63, സ്ഥലം തൃശ്ശൂർ. ഞാൻ അഭിഷേകാഗ്നിയുടെ സ്ഥിരം പ്രേക്ഷകയാണ്. ഞാനിത് എഴുതുന്നത് ദൈവം കുടുംബത്തിലേക്ക് വർഷിച്ച വലിയൊരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് 4 മക്കളാണ്, 2 ആൺമക്കളും 2 പെൺമക്കളും. എൻ്റെ രണ്ടാമത്തെ മകനും അപ്പച്ചനും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായതിനെ തുടർന്ന് ബദ്ധശത്രുക്കളായി മാറി. തമ്മിൽ കാണുമ്പോൾ പോലും ഒരു വാക്ക് മിണ്ടാത്ത വിധം അവർ വൈരാഗ്യത്തിലും പ്രതികാര ബുദ്ധിയിലുമായി. എന്തെങ്കിലും ഫംഗ്ഷന് പോയാൽ രണ്ടുപേരും കാണാതെ മാറി മാറി നടക്കും. മാത്രമല്ല, അപ്പച്ചൻ അവനെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു. ഈ മകൻ മരിച്ചാൽ അവനെ കാണാൻ പോലും ഞാൻ അവൻ്റെ വീട്ടിൽ കയറുകയില്ല. ഈ അവസ്ഥയിൽ ഞാൻ ഏറെ ദുഃഖിച്ചു. കാരണം ഞങ്ങളുടെ കുടുംബം സ്നേഹമുള്ള കുടുംബമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2011 ഫെബ്രുവരി മാസത്തിൽ അഭിഷേകാഗ്നിയിൽ പരിശുദ്ധാത്മാവ് അനേകം കുടുംബങ്ങളിൽ അത്ഭുതം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടത്. ഉടനെ ഞാൻ എൻ്റെ ഈ കുടുംബത്തിലെ കണ്ണുനീരിലേക്ക് വരണമേ എന്ന് പറഞ്ഞ് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ഞായറാഴ്ചയ്ക്കുള്ളിൽ തന്നെ എൻ്റെ മകനും അപ്പച്ചനും തമ്മിൽ വലിയ സ്നേഹത്തിലായി. ആദ്യത്തേതിനേക്കാൾ വലിയ സ്നേഹത്തിലേക്ക് അവരെ കർത്താവ് ഉയർത്തി. ആ മകൻ്റെ വീട്ടിൽ പോയി അപ്പച്ചൻ 2 ആഴ്ച താമസിക്കുകയും ചെയ്തു. ഇന്ന് എന്ത് കാര്യമുണ്ടെങ്കിലും അവർ തമ്മിലാണ് കൂടിയാലോചിക്കുന്നത്. അതേപോലെ സ്നേഹം കൊണ്ട് കർത്താവ് ഐക്യപ്പെടുത്തി. ഇത് എൻ്റെ കുടുംബത്തിൽ ലഭിച്ച ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ഞാൻ ഏറ്റുപറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി പ്രോഗ്രാം വെറും ഒരു പരിപാടിയോ ഒരു പ്രോഗ്രാമോ ആയി ഞാൻ നിങ്ങൾ കാണരുത്. ഈ സമയം ദൈവവചനങ്ങൾ പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉന്നതത്തിൽ നിന്നും അത്യുന്നതമായ ദൈവശക്തി എൻ്റെയും നിങ്ങളുടെയും മേൽ വ്യാപരിക്കും. യെശയ്യാ പ്രവചനത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. യെശയ്യാ 10:17 ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ ഒരു അഗ്നിയായും അവൻ്റെ ദൈവം ഒരു ജ്വാലയായും മാറും. അത് കത്തിജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ച് ചാമ്പലാക്കും. ഇന്ന് ഈ നിമിഷം ഞാനും നിങ്ങളിത് വിശ്വസിക്കുക. 2 കരങ്ങൾ ഉയർത്തുക. ഹൃദയത്തിലെ തിന്മകൾ, മനസ്സിൻ്റെ ഭാരങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, എല്ലാ അന്ധകാരത്തിലേക്ക് ഉന്നതത്തിൻ്റെ അഗ്നി അഭിഷേകം ഇറങ്ങട്ടെ. ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പിതാവേ, ഈ കുടുംബങ്ങളിലേക്ക് അഗ്നി അഭിഷേകത്തെ അയക്കണമേ. ഈ ജീവിതങ്ങളിലേക്ക് അഗ്നി അഭിഷേകത്തെ അയക്കണമേ. ഈ സമൂഹങ്ങളിലേക്ക് അഗ്നി അഭിഷേകത്തെ അയക്കണമേ. പിണക്കത്തിരിക്കുന്നവർ, വെറുപ്പിലിരിക്കുന്നവർ, ക്ഷമിക്കാൻ പറ്റാത്തവർ, വൈരാഗ്യ ബുദ്ധികൾ, പ്രതികാര സ്വഭാവക്കാർ, താന്തോന്നികൾ, ധിക്കാരികൾ, തന്നിഷ്ടക്കാർ, ഏകാധിപത്യ സ്വഭാവക്കാർ, സകല ഹൃദയങ്ങളുടെ മേലും ഓ പിതാവേ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ഹൃദയങ്ങളിലും അഭിഷേകത്തിന്റെ അഗ്നി വ്യാപരിക്കട്ടെ. അന്ധകാരങ്ങൾ ഇപ്പോൾ ഹൃദയങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, സമൂഹങ്ങളിൽ നിന്നും വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവമക്കളെ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കാനും സ്നേഹത്തിലേക്കും ക്ഷമയിലേക്കും വിശുദ്ധിയിലേക്കും വരാനും തടസ്സമുണ്ടാക്കി അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന എല്ലാ അന്ധകാരത്തിന്റെ അധിപന്മാരെയും നസറേനായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു,
ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജെറമിയ പ്രവചനത്തിൽ 11-ാം അധ്യായം 8-ാം തിരുലിഖിതം, ഓരോരുത്തനും അവനവൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യവും പേറി നടക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. തന്നിഷ്ടപ്രകൃതി, തൻ്റെ ഇഷ്ടത്തിന് ചേരാത്ത എന്തെങ്കിലും നിർദ്ദേശമോ എന്തെങ്കിലും കാര്യങ്ങളോ മാതാപിതാക്കന്മാരോ സമൂഹത്തിലെ മേലധികാരികളോ ആരെങ്കിലും പറഞ്ഞാൽ അവരോട് കൊമ്പ് കോർക്കുന്ന പ്രകൃതി, നിഷേധത്തിൻ്റെ ആത്മാവ്, നിഷേധിത്തരം. ഞാനും നിങ്ങളും ഇതിനെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കണം. കാരണം അനേകം ദൈവമക്കൾ ദൈവരാജ്യത്തിൻ്റെ പടിവാതിൽ പോലും കാണാതെ തകർന്നു പോയതിന് പിന്നിൽ സാത്താൻ വളരെ കൗശലപൂർവം പ്രയോഗിച്ച ആത്മാവാണ് നിഷേധത്തിൻ്റെ ആത്മാവ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഈജിപ്ത് ദേശത്ത് നിന്ന് ദൈവം നേരിട്ട് തെരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞ മോശപ്രവാചകനും അഹ്റോനും കൂടെ നേതൃത്വം കൊടുത്ത് വചനം കൊടുത്ത് ദൈവരാജ്യദൂതുകൾ കൊടുത്ത് അങ്ങനെ സ്വർഗം നേരിട്ട് അഗ്നിയാലും മേഘസ്തംഭങ്ങളാലും നയിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ പ്രിയജനം, ആ ജനം കാനാൻ നാട്ടിൽ പ്രവേശിക്കാതെ അവരുടെ ശരീരങ്ങൾ പാപം മൂലം മരുഭൂമിയിൽ നിപതിക്കാൻ എന്താണ് കാരണം? നിരന്തരമുള്ള ആ നിഷേധിത്തരം, മാത്സര്യ പ്രകൃതി. പുറപ്പാട് കാലഘട്ടത്തിൽ മരുഭൂമിയിൽ വെച്ച് ദൈവജനം എന്താണ് ദൈവത്തിൻ്റെ ആത്മാവിനോട് കാണിച്ചുകൊണ്ടിരുന്നത്? നിഷേധതരം. വേറൊരു വാക്കി പറഞ്ഞാൽ, ഇന്നും തിരുസഭയുടെ ആ ഒരു ചിറകിൻ്റെ കീഴിൽ എന്നെയും നിങ്ങളെയും പരിശുദ്ധാത്മാവ് സ്വർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും നിഷേധതരം രക്ഷയുടെ അനുഭവത്തിൽ നിന്ന് എന്നെയും നിങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. നമ്മളാരും വിചാരിക്കുന്നതിനേക്കാൾ ആഴത്തിൽ ഈ നിഷേധത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ, ഇടവകകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനൊരു സംഭവം ഓർക്കുന്നത് നിങ്ങളോട് പങ്കുവെക്കട്ടെ. അട്ടപ്പാടി സഗിയോൻ ധ്യാന കേന്ദ്രം ആരംഭിച്ച ആദ്യ കാലഘട്ടങ്ങൾ 90കളുടെ മധ്യഭാഗം. അന്ന് എല്ലാ ആഴ്ചകളിലും 2 പേരായി അനേകം സുവിശേഷ വേലക്കാരെ അട്ടപ്പാടിയിലേക്ക് അച്ഛനയക്കും. ഇവരെ വീട് വീടാന്തരം കയറിറങ്ങി ദൈവജനത്തെ വചനം കേൾക്കാൻ വേണ്ടി ക്ഷണിക്കും. അപ്പോൾ ഒരു കുടുംബത്തിൽ ചെന്നപ്പോണ്ടായ അനുഭവം എൻ്റെ ഹൃദയത്തെ സ്ട്രൈക്ക് ചെയ്തു. ഞായറാഴ്ച ധ്യാനം ആരംഭിക്കുകയാണ്. ഞാൻ വെള്ളി ശനി ദിവസങ്ങളിൽ കുടുംബങ്ങളിലേക്ക് ദൈവരാജ്യ വേലക്കാരെ അയച്ച്, അപ്പോൾ അട്ടപ്പാടിയിലുള്ള ഒരു കുഗ്രാമത്തിലെ ഒരു മലമ്പ്രദേശത്ത് ഒരു കുടുംബത്തിൽ അവർ ചെന്നു. അപ്പോൾ ഒരു മർക്കട മുഷ്ടി അവിടെ ഇരിക്കുകയാണ്. ആ മർക്കട മുഷ്ടി, നിങ്ങൾ എവിടുന്നാ? അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ പറഞ്ഞു, ധ്യാനകേന്ദ്രത്തിൽ നിന്നും. ഉടനെ ഈ സഹോദരങ്ങൾ ദൈവരാജ്യത്തെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും വചനം കേൾക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും എല്ലാ കുടുംബത്തിൽ പറഞ്ഞു. അപ്പോൾ എടുത്ത വായിക്ക് ആ ചേട്ടൻ പറയുകയാണ്, നിങ്ങളെക്കാൾ എത്രയോ വലിയ വികാരിച്ചന്മാർ വന്ന് നോക്കിയിട്ട് എന്നെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പിന്നെ അപ്പം നിങ്ങൾ നിഷേധതരം. ഇതിൻ്റെ പേരാണ് നിഷേധതരം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ചെറിയവരോ ഉയർന്നവരോ പണ്ഡിതരോ പാമരരോ ആരോഗ്യമുള്ളവരോ ആരോഗ്യമില്ലാത്തവരോ ആരുമാകട്ടെ, ദൈവത്താൽ അയക്കപ്പെട്ട് ഒരു ദൂത് അറിയിക്കുമ്പോൾ അത് ഹൃദയം തുറന്ന് സ്വീകരിക്കുന്നതിന് പകരം നിഷേധതരം കാണിക്കുകയാണ്. നീയൊക്കെ ആരാ? നീയൊക്കെ എന്താ? ഈ വിധത്തിലാണ് സംസാരം. ഇതിനേക്കാൾ വലിയ വിച്ചന്മാർ നോക്കിയിട്ട് നടക്കാത്തതാണ് എൻ്റെ മാനസാന്തരം. അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഈ ചേട്ടൻ പറയുകയാണ്, നിങ്ങളൊക്കെ ആദ്യം ഒന്ന് നന്നാകും. ഈ പറയണ നിങ്ങളൊക്കെ ഒന്ന് നന്നായാൽ തന്നെ ഈ ലോകം ഒന്ന് ശരിയാകും. എന്നിട്ട് പിന്നെ മറ്റുള്ളവരുടെ കാര്യം നോക്ക്. നിഷേധത്തിൻ്റെ മറ്റൊരു രൂപം.
താൻ ഈ നിഷേധതരം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവരാജ്യ വേലക്കാർ അവർ എളിമപ്പെട്ടു. അവർ പറഞ്ഞു, സാരല്ല ചേട്ടാ, അതെല്ലാം എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാലും ചേട്ടൻ നിന്ന് വന്ന് ധ്യാനം കൂടുന്ന നല്ലതാണ്, ചേട്ടനൊരു അനുഗ്രഹമായിരിക്കും. ചേട്ടൻ പറഞ്ഞു, എനിക്കറിയാം എപ്പോഴാണ് ധ്യാനം കൂടേണ്ടതെന്ന്, അതിനുവേണ്ടി നിങ്ങൾ വെറുതെ സമയം മെനക്കെട്ട് കളയൊന്നും വേണ്ട, എനിക്കറിയാം, എന്നെ ആരും പഠിപ്പിക്കാനെന്ന് പറയണ്ട, ഞാൻ സമയമാകുമ്പോൾ അങ്ങോട്ട് വന്നോളാം. നിഷേധത്തിൻ്റെ മറ്റൊരു രൂപം, വാ പൊളിച്ച നിഷേധതരം തന്നെ വന്നുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും ആ എളിയ ശുശ്രൂഷകർ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഉടനെ ചേട്ടൻ പറഞ്ഞു, അതെ, ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ ധ്യാനം കൂടാൻ വരും. ഇപ്പോൾ ഞാൻ പല പാപത്തിന് അടിമയാണ്. മദ്യപാനം, പുകവലി, പല ദുർനടപടികൾ, ദുർസ്വഭാവങ്ങൾ, ഇതെല്ലാം നിർത്തി ഞാൻ ക്ലിയറായിട്ട് ഒരു ദിവസം ധ്യാനം കൂടും. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് കർത്താവിൻ്റെ സാക്ഷിയായി എരിവരി കൊണ്ട് പ്രവർത്തിക്കും. അത് ഞാനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, അന്ന് ഞാൻ വരും. എളിയ സഹോദരങ്ങളോ ശരി ശരി എന്ന് പറഞ്ഞ് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, ദൈവത്തോട് പ്രാർത്ഥിച്ച്, ആ കുടുംബാംഗങ്ങളെല്ലാം അനുഗ്രഹിച്ച് ആ എളിയ മക്കൾ ആ ഭവനത്തിൽ നിന്ന് അടുത്ത ഭവനത്തിലേക്ക് പോയി. ഈ ചേട്ടൻ, നിഷേധിയായി ചേട്ടൻ, ആ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയി. ഞാൻ ഒരു ദിവസം എല്ലാ തിന്മയും നിർത്തി, പുകവലി നിർത്തി, മദ്യപാനം നിർത്തി, ചീട്ടുകളിൽ നിർത്തി, ദുർവൃത്തി നിർത്തി, ദുർസ്വഭാവങ്ങൾ നിർത്തി, എല്ലാ അശുദ്ധിയും നിർത്തിയിട്ട് ഞാനൊരു ദിവസം ധ്യാനം കൂടിയിട്ട് നന്നായിട്ട് പിന്നെ കർത്താവിൻ്റെ വേലക്കാരനായി ഞാൻ പ്രവർത്തിച്ചോളാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേ മാതിരിയുള്ള തന്നിഷ്ട പ്രകൃതികൾ ഇന്ന് ലോകത്തിൽ ഒരുപാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുടുംബങ്ങളിൽ ഇതുപോലുള്ള ധാർഷ്ട്യക്കാര്, തന്നിഷ്ടക്കാര്, ദുർസ്വഭാവികള്, ഏകാധിപതികള് അവർ ദൈവത്തിൻ്റെ സ്വരത്തിന് കാതടച്ച് പൊട്ടണലിയെ പോലെയും കുരുടിപ്പാമ്പിനെ പോലെയും ഇന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ 2 മാസം മദ്യപാനം നിർത്തി, ഇനി പുകവലിയും കൂടെ നിർത്തി, ബാക്കി സ്വഭാവങ്ങളെല്ലാം നിർത്തി, പുകവലിയും കൂടെ നിർത്തിയാൽ ഞാൻ അടുത്ത ആഴ്ച ധ്യാനത്തിന് പോകും എന്ന് ചേട്ടൻ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും ശരി, ചേട്ടൻ്റെ ജീവിതത്തിൽ ചേട്ടൻ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കർത്താവിൻ്റെ ആ ഒരു നന്മയിലേക്ക് അടുക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ പണിക്കാരെ വിളിക്കാൻ വേണ്ടി ഒരു ദിവസം താഴത്തേക്ക് ഇറങ്ങുകയാണ്, ജംഗ്ഷനിലേക്ക് ഇറങ്ങുകയാണ്. അന്ന് തോരാ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തോരാ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ചേട്ടൻ ജംഗ്ഷനിലേക്ക് പണിക്കാരെ വിളിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ജംഗ്ഷനിൽ ചെന്ന് പണിക്കാരെന്ന് കണ്ട തട്ടിമുട്ടി നിൽക്കുന്ന സമയത്ത് ഇതാ തോരാ മഴയും കോടമഞ്ഞും തണുപ്പുള്ള ആ പ്രഭാതത്തിൽ ചേട്ടൻ നോക്കുമ്പോൾ ചാരായ കടയിൽ ഇങ്ങനെ ചാരായവും കപ്പയും കൊടുക്കുന്നത് കാണുകയാണ്. കാര്യം 2 മാസമായിട്ട് മദ്യപാനം നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹം ധ്യാനത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പക്ഷേ ആ തണുപ്പത്ത് ചാരായ കടയും ചാരായവും കപ്പയും പല കാര്യങ്ങളും കണ്ടപ്പോൾ അറിയാതെ ചേട്ടൻ ചിന്തിക്കുകയാണ്, എന്തായാലും ഈ കൊടും തണുപ്പത്ത് ലേശം കുടിച്ചുകൊണ്ട് കുഴപ്പമില്ല, മാത്രമല്ല ഞാൻ കുടിച്ചത് വേറെ ആരും അറിയാതിരുന്നാൽ പോരെ. അങ്ങനെ ആ ഒരു ഗ്ലാസ് കുടിച്ചുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പതുക്കെ കയറി ഒരു ഗ്ലാസ് ചാരായം കുടിച്ച് ലേശം കപ്പയും കഴിച്ച് പോകാമെന്ന് ചേട്ടൻ ചിന്തിക്കുകയാണ്. അങ്ങനെ കടയിൽ കയറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഗ്ലാസ് കുടിച്ചപ്പോൾ ചേട്ടന് തോന്നി എന്തായാലും കുടിച്ച് എന്ന് ഇത്തിരി കുടിച്ചേക്കാം. അങ്ങനെ പല തവണ കുടിച്ച് വൈകുന്നേരം വരെ ചേട്ടൻ അവിടെ ഇരുന്ന് അങ്ങോട്ട് കുടിച്ച് രാത്രി ഇരുട്ട് മയങ്ങിയപ്പോൾ ആരും കാണാതെ തപ്പി വീട്ടിലേക്ക് പോവുകയാണ്. ആ കുരുട്ടെടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ രാത്രി 7:30 മണി 7:45 സമയമായി. ഭാര്യയും മക്കളും കുടുംബത്തിൽ നിന്ന് റാന്തൽ വിളക്കം കത്തിച്ച് വെച്ച് സന്ധ്യാപ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേഹം മൂക്കറ്റം കുടിച്ച് പൂസായി അങ്ങനെ ചെങ്കുത്തായ കുന്ന് കയറി ഭവനത്തിലേക്ക് കുത്തുകല്ലിട്ടിരിക്കുകയാണ്. കരിങ്കല്ലും കൊണ്ട് കുത്തുകല്ലിട്ട് അങ്ങനെ ചവിട്ടി സ്റ്റെപ്പ് കയറി കോണികൾ കയറണ പോലെ അങ്ങനെ കയറി വേണം കിഴക്കാൻ തൂക്കായ ആ കുന്നിൻ്റെ ചെരുവിലുള്ള വീട്ടിലേക്ക് കയറാൻ.